അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു. മൂകാംബിക തന്നെ നമ്മൾ റൂമൊക്കെ എടുത്തു. നല്ലൊരു അന്തരീക്ഷമാണല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം. മൂകാംബിക അമ്പലത്തിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. എന്നെ എഴുത്തിനിരുത്തിയതൊക്കെ ഇവിടെയാണ് കേട്ടോ. പിന്നെ സരസ്വതി മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു പാട്ടൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരുന്നതും എല്ലാതും. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് തോന്നിയ ഒരു അമ്പലമാണ് മൂകാംബിക ദേവീനെ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനും മേഘയും എന്ത് ചെയ്തു, ഞാൻ മേഘേനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേഘ എനിക്ക് വ്ളോഗ് എടുക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാവരും ഓരോരുത്തരും ഓരോരോ രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറേ പേര് ഒരുമിച്ചുണ്ട്, കുറച്ച് പേര് 2-3 പേര് ഒരുമിച്ചുണ്ട്, കുറേ പേര് മാറി മാറിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് അമ്പലത്തിലേക്ക് പോയതുകൊണ്ട് പോണ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വിയർ ചെയ്തിരിക്കുന്ന എൻ്റെ ഈ ഒരു വൈറ്റ് ചുരിദാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടത് ഭാഗത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ കയറി. Break, break. Go, go. പിന്നെ ഈ ഒരു 3 ടയർ ആയിട്ടുള്ളൊരു ജിംക കമ്മൽ ഞാൻ കാനിസ പെരിഡോട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്ന് ആ ചേച്ചി എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കാനിസ പെരിഡോട്ട് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ പേര്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സൈഡൊക്കെ ഇങ്ങനെ തൊഴുത് വന്നതിന് ശേഷം പിന്നെ അകത്ത് പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചണ്ഡികാ ഹോമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ കാണാൻ തന്നെ. അപ്പോൾ നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി കേട്ടോ അകത്ത് കയറിയപ്പോൾ. ഇന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂലൊന്നും കുറേ നേരം നിൽക്കേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ തൊഴാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി. പിന്നെ കുറച്ച് അർച്ചന കാര്യങ്ങളൊക്കെ ഷീട്ടാക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഇവിടുത്തെ വിളക്ക് വഴിപാട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്കും കൂടെ ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ സമയത്ത് മേഘ അവരുടെ കൂടെ അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഹോമത്തിനുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എല്ലാവരും കാണിക്കുകയാണ്. അതിനുശേഷം വിളക്ക് വഴിപാടിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ പോയി നിന്ന് തൊഴുകയാണ് കേട്ടോ. 30 രൂപ എങ്ങാണ്ടാണ് നമ്മുടെ ഈ ഒരു ലാമ്പ് ഈ ഒരു വഴിപാടിന് വേണ്ടിയിട്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ടൊന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ അമ്മു എന്നുള്ളത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വിളക്ക് വഴിപാടിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പണ്ടൊന്നും പോയപ്പോൾ ഇതിൻ്റെ എനിക്കൊരു ഓർമ്മ കിട്ടണില്ല. ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയിരിക്കുന്നത് തോന്നുന്നു. പിന്നെ അവിടുത്തെ പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നാൽ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് ഞാൻ പറയാൻ വന്നത്. ആദ്യം ഞാൻ വിളക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുക ചെയ്തത്. അതിനുശേഷം പിന്നെ വിളക്ക് വഴിപാടായിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് തന്നെ പോകുമ്പോൾ നമ്മൾക്ക് വിളക്ക് വഴിപാട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഗീ ലാമ്പ് 30 രൂപ കണ്ടു അവിടെ എഴുതിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി 20 രൂപയാണോ 30 രൂപയാണോ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. പിന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ പ്രാർത്ഥിക്കാനും പറ്റി. എല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൽ മേൽ നമുക്കെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ പ്രാർത്ഥന. അതേപോലെ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ എനിക്ക്. വിശ്വാസം അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടെ വന്ന 2-3 ചേച്ചിമാർ പിന്നെ കുങ്കുമാർച്ചനയും കാര്യങ്ങൾക്ക് വേണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബട്ടർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്ന രീതിയിൽ തന്നെ നമുക്ക് അമ്പലത്തിൽ തൊഴാൻ പറ്റി. അതിനുശേഷം നമ്മൾ മുരുടേശ്വരമാണ് കേട്ടോ പോയത്. അപ്പം മൂകാംബിക ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. മുരുടേശ്വർ നമ്മൾ 2 ദിവസമാണ് സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് പുഷ്കർ കോട്ടേജാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്, ഒന്നും പറയാനില്ല കേട്ടോ. പെർ ഹെഡ് 800 രൂപയ്ക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഈ ഒരു പ്രീമിയം കോട്ടേജ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു ഇത് എടുത്തിരിക്കുകയാണ് എല്ലാതും കൂടെ. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇവരുടെ റൂം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കാരണം ഇവിടെ ഞാൻ പറഞ്ഞുതരാം, നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പണ്ടൊക്കെ വില്ലേജ് കോട്ടേജിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യില്ലേ, ആ ഒരു ഫീൽ തന്നെ കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ബെഡ് ഒന്നൊരു സോഫ കം ബെഡും ഒന്ന് നമ്മുടെ നോർമൽ ബെഡുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഡോർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തുറക്കുകയാണ്. തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷമായൊരു സംഭവം എന്ന് വെച്ചാൽ ഞാനും മേഘ ഇവിടെ ഉണ്ടാവുള്ളൂ എന്തായാലും. പക്ഷേ എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെഡ് നമ്മൾ സോഫ കം ബെഡ് എന്നുള്ള രീതിയിലാണ്. ഇത് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോഫയായിട്ടും യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ ബെഡായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രീമിയം ഡീലക്സ് ആയിട്ടുള്ള നല്ല റൂമാണ്. പിന്നെ ഇവിടെ ടെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് വേണ്ടേ, വിശന്ന് അങ്ങേയറ്റം എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്താ കഴിച്ചത്, ദോശ എന്തോ സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല വിശപ്പായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് 2 വെജിറ്റബിൾ മീൽസാണ് കേട്ടോ. വെജ് മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളവർ കുറേ നോൺ സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിച്ചായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു റൂമാണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോരോ രീതിയിൽ അപ്പുറത്തൊക്കെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മീൽസിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ടേസ്റ്റ് വൈസ് സൂപ്പറാണ്, നല്ല ഇഷ്ടമായി എനിക്ക്. കാരണം ശരിക്കും ഒരു കർണാടക ടച്ചുള്ളൊരു ഫുഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ചിലതൊന്നും കർണാടകത്തെ ഫുഡ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എനിക്ക് മിക്കവാറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, പക്ഷേ ചിലവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഫുഡ് മേഘമൊക്കെ കഴിച്ച് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മായ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് എങ്ങനെയാണോ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം വലിയ കുറേ ഐറ്റംസ് ഒന്നുമില്ല. സാമ്പാർ, രസം പിന്നെ ഇവിടുത്തെ മെയിൻ ആണല്ലോ. സാമ്പാർ, രസം, മോര്, ദാൽ കറി, ചപ്പാത്തി, പിന്നെ തൈരായിരുന്നു കേട്ടോ, മോരായിട്ടല്ല തൈരായിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ ഉപ്പേരി, പപ്പടം, ചോറ്. ഇവിടുത്തെ ചോറ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ്. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു റൈസ്, വൈറ്റ് റൈസ് ഇല്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ദഹിക്കും, നമ്മൾ കഴിച്ചൊരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ അത്ര ഹെൽത്തി അല്ല എന്നാണ് പറയാറുള്ളത് വൈറ്റ് റൈസ്. പക്ഷെ നമുക്ക് കഴിച്ചൊരു ഫീലില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. രസമൊക്കെ എന്തൊരു ടേസ്റ്റാണ് അറിയോ. ഞാൻ എന്നിട്ട് വിചാരിക്കും ഈശ്വരാ അതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ, ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിക്കണമല്ലോ എന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങാക്കറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് മാങ്ങക്കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് കേടുവരില്ലല്ലോ. അപ്പോൾ പിന്നെ അതും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ പൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4:30-5 മണി ആവുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എന്ത് നല്ല ആംബിയൻസ് അറിയോ. ഞാൻ എന്നിട്ട് ആലോചിക്കും ഈ 800 രൂപയ്ക്കൊക്കെ ഇവർക്ക് എങ്ങനെ അത് മുതലാവണത് എന്നുള്ളത്. പെർ ഹെഡ് 800 രൂപയുള്ളൂ, അതെങ്ങനെ ഇവർക്ക് മുതലാവണം എന്നുള്ളത് ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ. ഞാൻ മേക്കെടുത്ത് പറഞ്ഞു മേക്ക് ഒന്നും നോക്കരുത്, എൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. കാരണം എനിക്ക് എല്ലാ വീഡിയോസ് എടുത്ത് തരണം, എനിക്കിങ്ങനെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം നിങ്ങൾ മുരുടേശ്വരമൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. നിങ്ങളിപ്പോൾ ഇനി ഏതൊക്കെ സ്റ്റേ ചെയ്യുക, നമ്മൾ മലയാളീസിനെ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവുമല്ലോ എവിടെയായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു പേടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, മേഘടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ നോക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ നിന്നിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ സാറുമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അതിനുശേഷം ഇതൊരു കായലിൻ്റെ സൈഡാണ്, ഈ ഒരു പുഷ്കർ കോട്ടേജ് വന്നിട്ട് കായലിൻ്റെ സൈഡാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴൊക്കെയാണ് വെച്ചാൽ കപ്പിൾസിനാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്താകുമ്പോൾ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും. കാരണം 3-4 പേരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടെ നല്ല നമുക്ക് സംസാരിച്ചിരിക്കാനും ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു എമൗണ്ടിൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടെൻറ്റും ഉണ്ട് കേട്ടോ. അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ മുരുടേശ്വര ടെമ്പിളാണ് കേട്ടോ. അതാ കണ്ടോ, നമ്മുടെ ശിവൻ്റെ ആ ഒരു സ്റ്റാച്യു പോലെ ഉള്ളത്. അതിനുശേഷം മുരുടേശ്വര ടെമ്പിളാണ് കേട്ടോ ഇവിടുന്ന് കാണുന്നത്. ഫുള്ളൊരു പാത്ത് വേ പോലെയാണ് കേട്ടോ, നല്ല രസമാണ്.
വൈകുന്നേരങ്ങളിൽ നമുക്കൊരു ഇളം വെയിലൊക്കെ കൊണ്ടിട്ട് ഈ ഒരു കായലിന്റെ സൈഡൊക്കെ നിന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. എന്തുകൊണ്ടും ഈ ഒരു കോട്ടേജിൽ നമുക്ക് സ്റ്റേ കിട്ടിയത് ഗുണം മാത്രമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള കായലാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടക്കാനൊക്കെ പറ്റും. അപ്പം നമ്മൾ വിചാരിച്ചെന്താ പിന്നെ കായലിലേക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ചു കേട്ടോ. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആകുമ്പോൾ നമുക്ക് വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് പോയില്ലായിരുന്നു. പിന്നെ ഇവരെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്താൻ തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കായലിൻ്റെ സൈഡ് ഒരു 2 ദിവസമുള്ള ഒരു സ്റ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല. നമ്മൾ സാധാരണ എപ്പോഴും ഒരു ഹോട്ടൽ റൂമിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കില്ലേ. എന്നെ കാണാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഭംഗിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. മഞ്ഞൊക്കെ വരുന്ന ടൈമിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ ചെറിയ മുളകളും കാടുകളും കണ്ട ചെറിയ ചെറിയ മുള കാടുകളെല്ലാം കാണാം. പിന്നെ അതുപോലെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് കാണുന്നതും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഇതിലൂടെ നിങ്ങൾക്ക് ബാക്കിൽ ഞാൻ കാണിച്ചു. നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ? നല്ല രസമുണ്ടോ കാണാൻ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഗാർഡനൊക്കെ സെറ്റ് ചെയ്തത് ഇങ്ങനെ പാത്ത് രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുട്ടി കുട്ടി പാനകളും കാര്യങ്ങളും. കാരണം നമ്മളെ നാട്ടിലെ റിസോർട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 4000 5000 ഒക്കെയാണ് നമ്മൾ നോർമൽ ഒരു 1 ഡേ ഒക്കെ തന്നെ അവർ ചാർജ് ചെയ്യുന്നതൊക്കെ കേട്ടോ. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലൊക്കെ ഈ ഒരു രീതിയിലൊക്കെ അത്രയ്ക്ക് റേറ്റ് ചാർജ് ചെയ്യുന്നത് അതായിരിക്കും. ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ നടക്കാനുള്ള ദൂരമുള്ളൂ മുരുടേശ്വര ടെമ്പിൾക്ക്. പിന്നെ റേറ്റും കുറവാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അവർ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. പൂളൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ പലതരത്തിലുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ഇൻഡോർ ഗെയിമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞൊരു പാത്ത് വേ. ഇപ്പോൾ നമ്മളിപ്പോൾ മുരുടേശ്വര ടെമ്പിളിൻ്റെ അവിടെ ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹറിബറിയൊക്കെ ആയിരിക്കില്ല അവിടുത്തെ സ്റ്റേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മാറി നിന്നിട്ട് നമുക്ക് ഇവിടെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ സൈഡിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ടാണിത് തിരിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ഇഷ്ടമായി കണ്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കോട്ടേജ് കേട്ടോ. ബാക്കി എല്ലാവരും ചായ കുടിക്കാൻ പോയി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഈ സൈഡിലേക്ക് വന്നാൽ കേട്ടോ. രാത്രിയാകുമ്പോൾ നല്ല ആംബിയൻസ് ആണ്. രാത്രിയാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിത് അവിടെ കുറേ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ രാത്രി സമയത്താകുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് എൻ്റെ നേരെ ബാക്കിൽ കണ്ടില്ലേ, ഇതൊക്കെയാണ് കോട്ടേജ്. ഇവിടെ ഒരു 7-8 പ്രോപ്പർട്ടി കോട്ടേജ് മാത്രം. പിന്നെ അതുപോലെ ടെൻറ്റ് ഹൗസ് ഒരു 10ഓളം ടെൻറ്റ് ഹൗസ് അവിടെയാണ് കേട്ടോ. ടെൻറ്റ് ഹൗസ് ഒരു 10ഓളം ടെൻറ്റ് ഹൗസും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്കെന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഒരു റോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തിനും നമുക്ക് ആരെയും ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തു തരും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു കാം പ്ലേസ് ആയിട്ട്. ഇപ്പോൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് നമ്മുടെ മുരുടേശ്വര ടെമ്പിളിലേക്ക്. ഒരു ജസ്റ്റ് ഒരു 2 കിലോമീറ്ററിനില്ല. ബീച്ച് സൈഡിൽ തന്നെ നമുക്ക് നടന്നു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ റോഡ് വഴിയാണെങ്കിൽ ഒരു 6 കിലോമീറ്ററോളം വഴിയാണെങ്കിൽ 6 കിലോമീറ്ററോളം ഉണ്ടാവും കേട്ടോ. ബീച്ച് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്ററിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. കണ്ടോ പ്രോപ്പർട്ടി നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ പറയുക എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചൊന്ന് സായാഹ്ന സന്ധ്യ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ടെൻറ്റ് ഹൗസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ.
നിങ്ങൾ ടെൻറ്റിലൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ട്രക്കിങ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരില്ലേ? അപ്പോൾ അങ്ങനത്തെ യൂത്തേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ടെൻറ്റ് ഹൗസൊക്കെ. അവർക്കൊക്കെ നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അല്ലാതെ നമ്മൾ ഫാമിലിയൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജ് പോലത്തെ പ്രോപ്പർട്ടിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ബെഡ്ഷീറ്റ്, പില്ലോ അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ടെൻറ്റ് ഹൗസിലാണെന്നുണ്ടെങ്കിലും. അത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓരോരോ ഇത് ഒന്നെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരണം. ഇനിയിപ്പോൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ 2 പേര് വരികയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാനും നല്ല രസമാണ് കേട്ടോ. ഈ പ്രോപ്പർട്ടിയിലൂടെ നടക്കാൻ വേണ്ടി തന്നെ ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് കണ്ട് ആ ഒരു ഫീല് കിട്ടാൻ തന്നെ നമുക്ക് ഒരു ദിവസം എന്തായാലും എടുക്കും. പിന്നെ അമ്പലത്തിലൊക്കെ പോയി നല്ല രസമല്ലേ. അപ്പം നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. രാത്രിയായി. രാത്രി പറഞ്ഞാൽ അങ്ങനെ രാത്രിയല്ല കേട്ടോ, സന്ധ്യയായി കേട്ടോ ഉദ്ദേശിച്ചത്. സന്ധ്യയായി. നല്ല ആംബിയൻസ് അല്ലേ, നല്ല സൂപ്പറായിട്ട് ഇവിടെയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ സന്ധ്യയായി. പിന്നെ ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് രാത്രി ഒന്നിങ്ങനെ നടക്കാനും അതിനൊക്കെ കേട്ടോ. ഗായ്സ്, അപ്പം ഞാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ശ്രീരാമനെ പോലെ. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയായിരിക്കാം തോന്നുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. സോറി ഗായ്സ്, ഞാൻ അതിനിടയിൽ ശ്രീരാമനിൽ നിന്ന് സീതയിലേക്ക് മാറി. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയില്ല. ക്ഷമിക്കണം കേട്ടോ എല്ലാവരും, കാരണം എനിക്ക് ഒന്നുകൂടെ അമ്മളി പറ്റിപ്പോയി. അപ്പോൾ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചെറിയൊരു പ്രാക്ടീസിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എന്തായാലും മാനേജ് ചെയ്യും. ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, ഒരു മിനിറ്റ് ശരിയാക്കട്ടെ കേട്ടോ. അല്ല സോറി, ഇങ്ങനെ അല്ല. എങ്ങനെയാ? ഓക്കെ, തിരിച്ചിട്ടോ ഗായ്സ്. എൻ്റെ കഠിന പ്രയത്നം കാരണം അതാ പട്ടി ഇവിടെ നിന്നിട്ട് റെഡി 1 2 3. ഞാൻ കുറേ പണിപ്പെട്ടു. ഞാൻ നിന്ന് വയർക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ഗുണവുമില്ല. ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട്. എന്തായാലും ഇത് സംഭവം കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ബോറടിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇത് നിൽക്കുന്നില്ല. ഇത് ഞാനിങ്ങനെ ആക്കിയതാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം.
എൻ്റെ വിചാരം ഇവിടെ കുറേ അട്ടകളൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷേ ഭാഗ്യവശാൽ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു 2 ദിവസമായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതിലുപരി നമ്മൾ എന്ത് നമുക്ക് പറയുന്നോ അതെല്ലാം അവർ സംഘടിപ്പിച്ച് തരും കേട്ടോ. ഒട്ടുമിക്ക സംഭവങ്ങൾ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഫാമിലീസൊക്കെ ഒത്തുകൂടുന്ന സമയത്ത് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം അവരോട് നേരത്തെ കൂട്ടി പറഞ്ഞാൽ മതി. എനിക്കിഷ്ടമായത് ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് എല്ലാം നമുക്കൊരു ലക്ഷറി റിസോർട്ടിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ഫെസിലിറ്റീസ് നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വണ്ടറടിച്ച് നിൽക്കുന്നൊരു സംഭവമാണ്. രാത്രി സമയങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഹോട്ടൽ റൂംസ് മാത്രമാകുമ്പോൾ കൺജസ്റ്റഡ് ആയിട്ടിരിക്കില്ലേ. നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഫാമിലീസിൻ്റെ കൂടെയൊന്നും ഇപ്പോൾ നമ്മളിങ്ങനെ ടൂർ പോകുന്ന സമയത്ത് നമുക്ക് അധികം ഒന്നും സംസാരിക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു പ്ലേസ് ആയിട്ട് നമ്മൾ ഒന്നിച്ചിങ്ങനെ റെൻറ്റിനൊക്കെ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അമ്പലങ്ങളിൽ പോവാം, ബീച്ച് പോവാം, പിന്നെ അതുപോലെ കുറേ സീ വോക്ക് ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ തന്നെ കാണാൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതിൻ്റെ എവിടൊക്കെയാണ് അവിടെ അടുത്ത് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. നല്ല രസമാണ്. ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ, നിയർ ബൈ ആയിട്ട് തന്നെ. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനിയിപ്പം ഡിസംബർ വെക്കേഷനൊക്കെയാണ് വരാൻ പോണത്. അപ്പോൾ ആ ടൈമിലിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ എന്താ പറയുക, വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തേടേണ്ട ആവശ്യമില്ല. കേരളത്തിൽ തന്നെ പോയി നിൽക്ക് മടുക്കുകയാണെങ്കിൽ രാത്രി ടൈമിൽ ഇപ്പോൾ നമുക്ക് ഒരു അപരിചിതത്വമൊന്നും തോന്നില്ല. എല്ലാവരും കൂടെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ കവർ ചെയ്യാനൊക്കെ പറ്റും. കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് രാത്രിയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ചെറിയ കുട്ടി നമ്മുടെ ചെറിയ ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇവിടെ പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ മുരുടേശ്വരത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും മുരുടേശ്വരമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. അത്രയും കാം ആൻഡ് ക്വയറ്റായിട്ട് ഭയങ്കര നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സംഭവം. നമ്മളെയും കൊണ്ട് താങ്ങാവുന്ന പൈസ മാത്രമേ ഉള്ളൂ. അതിലാണ് നമുക്കിത്. ഇപ്പോൾ ടെൻറ്റൊക്കെ വെറും പെർ പേഴ്സൺ 1500 ഉള്ളൂ കേട്ടോ. അതിനൊക്കെ ഈ ഒരു ഇത്രയും വെരി ക്ലോസ് ആയിട്ട് നമ്മുടെ മുരുടേശ്വര ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ലാഭമല്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ നൈറ്റായി. നമ്മൾ ഫുഡ് ഇന്ന് ഓർഡർ ചെയ്തത് ഇവിടെ തന്നെ അവർ കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് കുക്ക് ചെയ്ത് തരാം കേട്ടോ ചെയ്തത്. ചപ്പാത്തി, അതുപോലെ തന്നെ നമ്മൾ പനീർ ബട്ടർ മസാല കേട്ടോ. ഞാൻ പിന്നെ വെജ് ആയതുകൊണ്ട് ഞങ്ങൾ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രീമി പനീർ ബട്ടർ മസാല. ഞാൻ വിചാരിച്ചു കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അബദ്ധമായിരിക്കുമോ ഫുഡിൻ്റെ കാര്യത്തിൽ നിന്ന്. പക്ഷേ അങ്ങനൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പേർക്കുള്ള ഫുഡൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു 4 പേര് 3 പേരൊക്കെ എന്തായാലും കഴിക്കും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നൊരു വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രാത്രി മുഴുവനായിട്ട്. രാത്രി ആയാലും പേടിക്കാനൊന്നുമില്ല, കാരണം കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് രാത്രി നടക്കാൻ വേണ്ടിയിട്ടും കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീസിൻ്റെ കൂടെയും ഒക്കെ അങ്ങനെ നമുക്ക് ചില്ല് ചെയ്ത് നമ്മൾ വേറൊരു മൊമെൻറ്റ്, വേറൊരു ഡേ ആക്കി മാറ്റും എന്തായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ. രാത്രിയിലെ ആംബിയൻസ് എക്സ്ട്രീംലി ഓപ്പോസിറ്റാണ് കേട്ടോ. നല്ല തണുപ്പും കൂളായിട്ട് നല്ല രസമായിട്ട് തന്നെയാണ്. രാത്രി കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് പുറത്തുതന്നെ ഇരിക്കാനൊക്കെ തോന്നും കേട്ടോ. അതാണ് ഇവർ ടെൻറ്റ് ഹൗസ് അവിടെ സെറ്റ് ചെയ്തതിൻ്റെ പ്രധാന കാരണം. ഈ ഒരു ആംബിയൻസ് ഒന്നും കൂടെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ടെൻറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വാവാകോണി ഉറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എണീക്കണോ വേണോ എന്നുള്ളൊരു സംശയത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ടോയ്ലറ്റിൽ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വീഡിയോ എടുക്കാം, രാവിലെ എണീറ്റിട്ടുള്ള ഡേ ഇവിടെ എങ്ങനെയാണെന്നൊക്കെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കാം, എപ്പോൾ എണീക്കണം, ഇപ്പോൾ എണീക്കാനായോ, എണീറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, എന്ത് പ്ലാൻ ചെയ്യണം എന്നൊക്കെയുള്ളത് ആലോചിക്കുക. ഇന്നൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ എണീറ്റ് റെഡി ആവാമെന്ന് വിചാരിച്ചു. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പുഷ്കർ കോട്ടേജിൽ നമ്മൾ എത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കോലാഹലമാക്കിയിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പല്ല് തേക്കാൻ പോകട്ടെ, രാവിലെ തന്നെ ബ്രഷ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ നമ്മുടെ ട്രാവൽ കിറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ
പല്ല് തേക്കാം. തല നനയ്ക്കണില്ല കേട്ടോ ഒന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പണിയും കിട്ടും തല നനച്ച. വെള്ളം ചിലപ്പോൾ എനിക്ക് പറ്റിക്കൊള്ളാനില്ല, അപ്പോൾ അതുകൊണ്ട് തല നനയ്ക്കണില്ല. പക്ഷെ പല്ല് തേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പല്ല് തേക്കില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ പോക്കറ്റായിട്ട് നമുക്ക് പോക്കറ്റ് സോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എന്താ പറയുക, ടൂത്ത് ബ്രഷ് ഹോൾഡറോ അങ്ങനെ എന്തോ സംഭവം, അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പല്ല് തേക്കാം. ഇനി ഞാൻ ബാക്ക് ക്യാമറ വെച്ച് കാണിക്കാം കേട്ടോ. പല്ല് തേച്ച് പല്ല് തേക്കാം. അപ്പം നമുക്ക് പല്ല് തേക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് കാണാനുണ്ടോ എന്നെ? ഇതെന്താ ഈ കുട്ടി പല്ല് തേക്കണൊക്കെ എടുക്കണമെന്ന് വിചാരിക്കണേ, വെറുതെ ഒരു രസം, ഇത്രയേ ഉള്ളൂ കേട്ടോ. രാവിലെ ഇവിടെ നല്ല മഞ്ഞൊന്നുമില്ല കേട്ടോ, നമ്മളെ നാട്ടിലെ പോലെ മഞ്ഞൊന്നുമില്ല. അത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ വിശപ്പും ഇല്ല, തീരെ വിശപ്പില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പല്ലേപ്പൊക്കെ കഴിഞ്ഞു. പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ ഇതിലിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിട്ട് വെച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിത് കുട്ടുവിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ, എക്കോളജിക്കയുടെ ഫേസ് വാഷാണ്. കാണാണ്ടോ നിങ്ങൾക്ക്? കാണാണ്ടോ? സോറി, കാണാല്ലേ? ഇത് കുട്ടുവിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിമ്പിളിൻ്റെ മറ്റേ ഫേസ് വാഷ്, നിങ്ങൾ സിമ്പിളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. സിമ്പിളിൻ്റെ ഫേസ് വാഷല്ലേ വലുതാണ്, അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക, ഭയങ്കര വെയിറ്റ് അല്ലേ. പുതിയത് ഞാൻ ഇപ്പോൾ പൊട്ടിച്ച പാക്കറ്റായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഓൾറെഡി തീരാനായ ഒരു ബോട്ടിലായിരുന്നു. അപ്പോൾ എനിക്കൊരു 4-5 ദിവസത്തേക്ക് ഇത് ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫേസ് വാഷ് എടുത്തു. കുട്ടിപ്പത് യൂസ് ചെയ്യാറില്ല, അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അതെടുത്തു. അങ്ങനെ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുടയ്ക്കാൻ നോക്കാം. ഇത് ഞാൻ അച്ഛനോട് പറഞ്ഞ് എടുത്ത് എൻ്റെ തോർത്തുമുണ്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നേരം വെറുതെ ഇരിക്കാം. അപ്പോഴത്തേക്കും ഞാൻ രാവിലത്തെ ഇവിടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്ന ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി മടക്കി വെക്കാമെന്ന് വെച്ചു. ഈ ഒരു സൈഡ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഈ ഒരു സൈഡിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആശ്ന ചേച്ചിക്കും ഒക്കെ ഇവിടെ കിടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ സൈഡിൽ തന്നെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഈ ഒരു സൈഡ് പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സൈഡ് മാത്രമേ ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. രാത്രി അങ്ങനെയൊക്കെ കുറച്ച് ഇത് വന്നു, 6:30 ഞങ്ങൾ കൂടെ കിടക്കണം, അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ കിടക്കാം എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു, അവരുടെ റൂം എന്തായാലും റൂം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഈ ഒരു സൈഡിൽ ഞങ്ങൾ ഇന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ സോഫ കം ബെഡിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മറ്റത് ഭയങ്കര ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നോർമലി അതിൽ കിടക്കണ്ടല്ലോ, അപ്പോൾ ഇന്ന് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ഈ ഒരു സൈഡിൽ തന്നെയാണ് മടക്കി വെച്ചത്. ശരിക്കും നമ്മളുടെ വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനൊരു സോഫ കം ബെഡ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത്രയും സ്പേസ് നമുക്ക് കുറഞ്ഞ് കിട്ടുമല്ലോ. ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം. നമ്മളിപ്പോൾ നോർമൽ തട്ടിക്കുട്ടൽ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സോഫയായിട്ടും അല്ലെങ്കിൽ നമുക്ക് അവർക്ക് അതൊരു ബെഡായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു റൂമിൽ പിന്നെ ഇവിടെ ഷെൽഫിൻ്റെ ഉള്ളിൽ വേറെ 2 ബെഡും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു റൂമിൽ അപ്പോൾ ഒരു മാക്സിമം പോയി ഒരു 5-6 പേരൊക്കെ ഒരു റൂമിൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പ്രൈസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു പ്രൈസിന് ഇവർക്ക് എങ്ങനെയാണ് മുതലാവണം കേട്ടോ ഞാൻ ആലോചിച്ചത്. അതിനുശേഷം ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ്, സുഖമാണോ എല്ലാവർക്കും എന്നൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷനിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. മുരുടേശ്വരം നിങ്ങൾ വന്നിട്ടുണ്ടോ, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. പുറത്ത് നല്ല ആംബിയൻസ് ആയിരുന്നു, ഒന്നും പറയണ്ട, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ നൈറ്റി ഫ്രോക്സ് വാങ്ങിയിരിക്കുന്നത് ഹിസ് ആൻഡ് ഹൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. തൃശ്ശൂരുള്ള ഒരു ചേച്ചിയുടെ
ഷോപ്പായിട്ടുള്ളതല്ല, ഓൺലൈനായിട്ട് അവരെല്ലാം ഏത് 4XL 5XL 6XL വരെയൊക്കെ എല്ലാം തയ്ച്ച് കൊടുക്കും കേട്ടോ. ഞാൻ അത്യാവശ്യം വണ്ണമുള്ളതുകൊണ്ട് തന്നെ ഞാൻ XXL ആണ് നോർമലി വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ ചേച്ചി XXL സൈസാണ് കേട്ടോ, ഒന്ന് തയ്ച്ച് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി ഓക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ആൻഡ് റെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോളർ വീനൊക്കെ ഒരു കോളർ കഴുത്തൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കും വാങ്ങിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ക്യാപ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കാകുമ്പോൾ ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ എന്തായിരിക്കും ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക, കാറ്ററിംഗ് ഉണ്ടോ പണിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് അമ്മേനെ വിളിക്കുന്ന സമയം. രാവിലെ എണീറ്റാൽ തന്നെ അപ്പം തന്നെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ വാട്സപ്പ് നോക്കും കേട്ടോ. എന്നിട്ട് ശരിക്കും നല്ല ശീലമാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാട്സപ്പ് നോക്കിയതിന് ശേഷം പിന്നെ ഒന്ന് വെയിലത്തൊക്കെ ഒന്ന് ഇറങ്ങി. വെയിലുള്ള സമയത്ത് ഇവിടെ അത്യാവശ്യം കുറച്ച് നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ചൂട് നല്ലോണം നമ്മൾ മെയിൽ തട്ടുന്ന രീതിയിൽ അങ്ങനെയൊന്നുമല്ല, പക്ഷേ വെയിലത്ത് നമ്മൾ ഈ ഒരു ആംബിയൻസ് ഒക്കെ ഫീൽ ചെയ്യണമല്ലോ. ഇവിടുത്തെ കുക്കിങ്ങിനുള്ള ചേച്ചിമാരൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല കമ്പനിയാണ് കേട്ടോ. നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ അവർ കുക്ക് ചെയ്ത് തരും. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കുക്കിങ്ങിലുപരി ടേസ്റ്റ്, നമ്മളിപ്പോൾ ഒരാൾ വെക്കുന്നത് നമുക്ക് തിന്നാൻ പറ്റണ്ടേ, കഴിക്കാൻ പറ്റണ്ടേ. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഫ്രീ ആയിട്ടായിരിക്കും. നമ്മൾ ചെന്ന ഒരു ദിവസം ഇഡലിയും സാമ്പാറും ഉപ്പുമാവും, പിന്നെ വേറൊരു ദിവസം അവലും കൊണ്ട് ഒരു ഉപ്പുമാവ് പോലുള്ളൊരു സംഭവം, പിന്നെ അതുപോലെ തന്നെ പൂരി ബാജി കറി ആയിരുന്നു കേട്ടോ. പൂരി ബാജി, പിന്നെ കോഫി, വൈകിട്ട് കോഫി ഉണ്ട്. അങ്ങനത്തെ പലവിധ സംഭവങ്ങളുണ്ട്. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ബോട്ടിൽസിലാണ് വെള്ളം വേണ്ടതെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അപ്പം തന്നെ തരും. എനിക്ക് തോന്നുന്നു ഇതിന് പൂളിൻ്റെ പണിയാണോ ഇവിടെ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടാവുമായിരിക്കും. പിന്നെ ഇവിടെ റിവർ സൈഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. രാവിലത്തെ ക്ലൈമറ്റിലൊക്കെ അവിടെ പോയിരിക്കാനും. ഇത് മറ്റേ എന്ത് പനിയാണ്, എലന്തപ്പനിയല്ല, മറ്റേ ഈ അറേബ്യൻ നാടുകളിലൊക്കെ കാണുന്ന ടൈപ്പ് പനയാണോ അതെനിക്കറിയില്ല. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പന വെച്ചിട്ടുണ്ട്. താഴെ നല്ല ഗുണ്ടുമായിട്ടുള്ള പന, മേലേക്ക് ഇങ്ങനെ ഇലകൾ കേട്ടോ. കോട്ടേജ് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വേറെ വർക്ക് നടക്കുക തോന്നുന്നുണ്ട്. ഇവിടെ ഇനി വേറെ ഇതേപോലെ തന്നെ അക്കോമഡേഷൻ വേണ്ടിയിട്ട് ഇവിടെയും കുറച്ച് പ്രോപ്പർട്ടി ആയിട്ട് ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൂടാതെ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വേറെയും ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ 2-3 പാട്ടി മുത്തശ്ശിമാരൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ എന്നെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഹായ് കാണിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് തന്നു. പിന്നെ എന്താ, ഇങ്ങനെ പോണു. ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെയാണ് ഇപ്പോൾ പ്ലാനിങ്ങിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ വൈകിട്ട് മുരുടേശ്വരം പോകണം. പിന്നെ അതുവരെ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലോ. ഇവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഗെയിംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു വാക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടേക്കൊന്ന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ബാക്ക് സൈഡിലത്തെ വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ.
അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയൊരു ടൈപ്പ് ഉപ്മ ഉണ്ടായിരുന്നു, പിന്നെ മസാല കറി, ഐ മീൻ ബാജിയല്ല, മസാല കറി, പൂരി, ബ്രെഡ്, ബട്ടർ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെജ് തന്നെയായിരുന്നു നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ഓംലെറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നോണായിട്ട് എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് നമുക്ക് പറയും ചെയ്യാം കേട്ടോ. അവിടെ ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളതും നമ്മളോട് സംസാരിച്ച് അവർ നമ്മളുടെ ഇഷ്ടത്തിന് ഇത്രയും ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഈ ഒരു കായലിൻ്റെ സംഭവമൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് മതിമറന്ന് നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ നമ്മളുടേതായ ഒരു ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 1-2 ദിവസമൊക്കെ നമ്മളൊന്ന് ഫ്രീ മൈൻഡായിട്ട് അങ്ങനെയൊക്കെ നടക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുത്തെ സർവീസും കാര്യങ്ങളും സ്റ്റേയും ഫുഡും എല്ലാം അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് നമുക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് നമുക്കൊന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു പ്രൈസിൽ നമുക്ക് ചുറ്റോറും കാണാൻ പാകത്തിന് നമ്മളുടെ ലൊക്കാലിറ്റിയിൽ അധികം അടുത്ത് തന്നെ കാണാൻ കുറേ സ്ഥലങ്ങളും, പിന്നെ അതുപോലെ തന്നെ മുരുടേശ്വര ടെമ്പിളൊക്കെ അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാനും പോകാനും ഒക്കെ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് സ്റ്റേ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളത് വേറൊരു വ്യക്തിക്ക് നിങ്ങളിത് എന്തായാലും സജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അത് നമുക്ക് ഇവിടെ തന്നെ അവർ കൊണ്ടുവന്ന് തരും കേട്ടോ. ഒരു വെജ് മീലും അതുപോലെ തന്നെ ഒരു വെജ് ബിരിയാണി ആയിരുന്നു കേട്ടോ. പനീർ ബട്ടറൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.